പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാർജിനൽ കോൺസെപ്റ്റിന്റെ ഫസ്റ്റ് പാർട്ടിൽ യൂട്ടിലിറ്റി, കോസ്റ്റ്, പ്രൊഡക്ഷൻ ഈ ഭാഗങ്ങളെല്ലാം വളരെ വിശദമായി പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് റവന്യൂ, പ്രോഫിറ്റ്, ഇലാസ്റ്റിറ്റി ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ പാർട്ട്. ആദ്യം നമുക്ക് റവന്യൂയിലേക്ക് പോകാം. റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ഫേം സെയിൽ ചെയ്ത് സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന റെസിപ്റ്റിനെയാണ് എന്ത് പറയാ, റവന്യൂ എന്ന് പറയും. ടോട്ടൽ റവന്യൂ ഉണ്ട്. ടോട്ടൽ റവന്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? P ഇൻറ്റു Q, പ്രൈസ് ഇൻറ്റു ഔട്ട്പുട്ട്. 10 രൂപയാണ് ഒരു കമ്മോഡിറ്റിയുടെ വിലയെങ്കിൽ 10 കമ്മോഡിറ്റി നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ റവന്യൂ 10 ഇൻറ്റു 10 100 ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ Q. ടോട്ടൽ റവന്യൂവിനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ടോട്ടൽ റവന്യൂ എന്താണ്? P ഇൻറ്റു Q. P ഇൻറ്റു Q ഡിവൈഡ് ബൈ Q. ദെൻ ആവറേജ് റവന്യൂ ഈക്വൽ ടു പ്രൈസ്. ആവറേജ് റവന്യൂ പ്രൈസിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ MR, മാർജിനൽ റവന്യൂ, അഡീഷണൽ ആയിട്ടൊരു ഔട്ട്പുട്ട് സെയിൽ ചെയ്ത് കഴിയുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിയുമ്പോൾ ഫേമിന് ലഭിക്കുന്ന ടോട്ടൽ റവന്യൂവിൽ ഉണ്ടാവുന്ന അഡീഷണൽ എന്ന് പറയാ നമുക്ക് മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് DTR ഡിവൈഡ് ബൈ DQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ റവന്യൂ ഓഫ് N is equal to total revenue of N minus total revenue of N minus 1. nth കമ്മോഡിറ്റി സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ റവന്യൂവിൽ നിന്നും അതിന്റെ മുന്നത്തത് സെയിൽ ചെയ്തപ്പോൾ കിട്ടിയ ടോട്ടൽ റവന്യൂ കുറച്ചതാണ് മാർജിനൽ റവന്യൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂവിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഓഫ് ടോട്ടൽ റവന്യൂ ആണ് മാർജിനൽ റവന്യൂ. ഇനി ചിലപ്പോൾ ചില ഒരു ഭാഗം ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ഭാഗം മാക്സിമം റവന്യൂ കാണുമെങ്കിൽ ആദ്യം ടോട്ടൽ റവന്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മാർജിനൽ റവന്യൂ കാണാം. മാർജിനൽ റവന്യൂ കണ്ടിട്ട് അതിന് നമ്മൾ MR = 0 ടിക്കറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം? MRന്റെ അടുത്ത ഡിഫറൻസിയേഷൻ കാണാം. എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂവിന്റെ സെക്കൻഡ് ഡിഫറൻസിയേഷൻ ഏതിന്റെ? ടോട്ടൽ റവന്യൂവിന്റെ. അത് മൈനസ് ആണെങ്കിൽ നമുക്കിവിടെ MR 0 ഇക്വേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ അതിനെന്ത് പറയാ? മാക്സിമം റവന്യൂ ഉള്ള ഔട്ട്പുട്ടിലാണ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഈക്വൽ ടു TR മൈനസ് TC. ചില ക്വസ്റ്റ്യനുകളിൽ വരാറുണ്ട്. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ടാവും. അതിന്റെ കൂടെ ഒരു 5-6 ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയാം. പ്രോഫിറ്റ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ റവന്യൂവിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് കുറച്ചതാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് മാക്സിമം. ഓക്കെ, അത് കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യാ? ഈ പ്രോഫിറ്റ് കിട്ടിയ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ കാണാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ഡിഫറൻസിയേഷനെ 0 ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? D² ബൈ DQ² കാണാം. അത് എന്തായിരിക്കും? <0 ആയിരിക്കും. <0 ആണെങ്കിൽ ഇവിടെ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ ആയിരിക്കും പ്രോഫിറ്റ് മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇതാണ് റവന്യൂ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. റവന്യൂവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ MR ഫംഗ്ഷൻ ഗിവൻ ദ AR ഫംഗ്ഷൻ. AR ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. AR ഫംഗ്ഷൻ
20 മൈനസ് 2q. ഇതിൽ നിന്നും MR ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്. MR. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം TR കാണണം. TR എന്താണ്? AR ഇൻറ്റു Q ആണ്. ഓക്കെ, ARനെ Q കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? MR TR കിട്ടും. ഓക്കെ, 20q മൈനസ് 2q² എന്നായിരിക്കും ടോട്ടൽ റവന്യൂ. ഇതിൽ നിന്ന് MR കാണണോ? DTR ഡിവൈഡഡ് ബൈ DQ. MR ദാറ്റ് ഈസ് 20 മൈനസ് 4q. ഓക്കെ, അപ്പോ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണോ തന്നത്, AR തന്നു, അതിൽ നിന്നും MR നമ്മൾ കണ്ടെത്തി. അടുത്തത് നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AR ആൻഡ് MR. ഇവിടെ രണ്ട് മാർക്കറ്റ് കണ്ടീഷനിലാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സെക്കൻഡ് വൺ ഈസ് മോണോപ്പൊളി. പെർഫെക്റ്റ് കോമ്പറ്റീഷനില് ARഉം MRഉം ഈക്വൽ ആയിരിക്കും. അതിന്റെ ലൈന് ഹൊറിസോണ്ടൽ ടു X ആക്സിസ് ആയിരിക്കും. ഇത് എങ്ങനെ ARഉം MRഉം ഈക്വൽ ആവുന്നതെന്ന് മാത്തമാറ്റിക്കൽ ആയിട്ട് നമുക്ക് പറയാം. ആദ്യം MR is equal to DTR divided by DQ ആണ്. ഇതിനെ നമ്മള് MR is equal to DPQ divided by DQ. എങ്ങനെ? TR എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് PQ ആണ്. ഇതിനെ നമുക്ക് വീണ്ടും എഴുതുമ്പോൾ DPQ P into DQ divided by DQ. അടുത്തത് പ്ലസ് Q into DP divided by DQ. DP divided by DQ. ഇതിൽ DQ divided by DQ എന്തായി? ഒന്നായിപ്പോയി. അപ്പോ എന്താണ്? P plus Q into DP divided by DQ. ഇതില് മനസ്സിലാക്കേണ്ട ഒന്ന്, പെർഫെക്റ്റ് കോമ്പറ്റീഷനില് അഡീഷണൽ ആയിട്ട് സെയിൽ ചെയ്യുമ്പോൾ പ്രൈസിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതുകൊണ്ട് DP ഡിവൈഡ് ബൈ DQ 0 ആയിരിക്കും. അപ്പോ MR is equal to P. P എന്ന് പറയുന്നത് എന്താണ്? P എന്ന് പറയുന്നത് AR ആണ്. അതുകൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനില് AR is equal to MR. AR is equal to MR. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ AR is equal to MR. ഇതുപോലെ മൊണോപ്പൊളി ചെയ്യുമ്പോൾ മൊണോപ്പൊളിയിൽ MR is equal to DTR divided by DQ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ മൊണോപ്പൊളിയില് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും P plus Q into DP divided by DQ. മൊണോപ്പൊളിയില് അഡീഷണൽ ആയിട്ട് പ്രൈസ് സെയിൽ ചെയ്യുമ്പോൾ പ്രൈസ് കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ DP by DQ എന്തായിരിക്കും? 0ക്ക് കുറവായിരിക്കും. അതുകൊണ്ട് മൊണോപ്പൊളിയില് എന്താണ് ഇവിടെ പറഞ്ഞ എന്താണ്? MR is equal to P plus Q DP divided by DQ. ഇതില് മൊണോപ്പൊളിയില് ഈ ഭാഗം മൈനസ് ആയതുകൊണ്ട് തന്നെ ഈ P എന്ന് പറയുന്നത് എന്താണ്? AR ആണ്. P എന്താണ്? AR. ഇത് മൈനസ് ആണ്. അപ്പൊ MR എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഇത് കുറച്ചതാണ്. ഇത് മൈനസ് ആയതുകൊണ്ട് തന്നെ AR എന്തായിരിക്കും? MR കാട്ടി കൂടുതലായിരിക്കും. അപ്പൊ മൊണോപ്പൊളിയില് AR is greater than MR. ഓക്കെ, ഡിറൈവ് ചെയ്ത് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AR, MR ആൻഡ് ഇലാസ്റ്റിറ്റി. ഇലാസ്റ്റിറ്റി കാണാനുള്ള ഇക്വേഷൻ E is equal to DQ divided by DP into P by Q. അതുപോലെ തന്നെ ഇത് നമ്മൾ ഡിറൈവ് ചെയ്തു വന്നാൽ നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു വന്നാൽ MR is equal to P into 1 minus 1 by E. ഇവിടെ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. E is equal to 1.
ഈസ് ഈക്വൽ ടു 1. ഈ 1 ആണെങ്കിൽ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എം ആർ ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് 1/1 ഈക്വൽ ടു എം ആർ ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് 1 0. അപ്പൊ ഈസ് ഈക്വൽ ടു 1, ഈസ് ഈക്വൽ ടു 1, എം ആർ ഈക്വൽ ടു 0. ഈ 1 ആകുമ്പോൾ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ എം ആർ എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്തത് ഈസ് ഗ്രേറ്റർ ദാൻ 0. അടുത്തത് ഈസ് ഗ്രേറ്റർ ദാൻ 1. then എം ആർ is equal to p into 1 minus 1/2. then എം ആർ is equal to p into 1 minus 1/2 എത്ര ആയിരിക്കും? 1 minus 1/2 എത്ര ആയിരിക്കും? 1/2 ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈസ് ഈക്വൽ ടു ഈസ് ഗ്രേറ്റർ ദാൻ 1, എം ആർ ഈക്വൽ ടു എം ആർ ഈസ് ഗ്രേറ്റർ ദാൻ 0. അതുപോലെ തന്നെ ഈസ് ലെസ് ദാൻ 1, ഈസ് ലെസ് ദാൻ 1, then എം ആർ is equal to p into 1 minus 1/4. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എം ആർ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. എം ആർ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. അപ്പൊ എം ആർ എന്തായിരിക്കും? എം ആർ എന്തായിരിക്കും? ലെസ് ദാൻ 0. ഈസ് ലെസ് ദാൻ 1, എം ആർ ഈസ് ലെസ് ദാൻ 0. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഇലാസ്റ്റിറ്റി 1 ആയാൽ എം ആർ 0 ആയിരിക്കും. ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയാൽ എം ആർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇലാസ്റ്റിറ്റി ലെസ് ദാൻ 1 ആയാൽ എം ആർ ലെസ് ദാൻ 0 ആയിരിക്കും. അത് ഇനി ടി ആർ എം ആർ ഇലാസ്റ്റിറ്റി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എം ആർ ഈക്വൽ ടു 0. അപ്പൊ എന്തായിരിക്കും? ടി ആർ മാക്സിമം ആയിരിക്കും. ഇതെവിടെ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതില്? ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനിൽ മൈക്രോയില്. എം ആർ 0 എത്തുന്ന സമയത്ത് ടോട്ടൽ റവന്യൂ എന്തായിരിക്കും? മാക്സിമം ലെവലില് എം ആർ എന്തായിരിക്കും? 0 ആയിരിക്കും. മാർക്കറ്റ് റവന്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു 1. ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തന്നെ എം ആർ ഈസ് ഗ്രേറ്റർ ദാൻ 0. എം ആർ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ടോട്ടൽ റവന്യൂ എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും. ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. എം ആർ ലെസ് ദാൻ 0 ആകുമ്പോൾ ടോട്ടൽ റവന്യൂ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഈ റിലേഷൻഷിപ്പ് പഠിച്ചു നോക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ ചില എസ്സേ ക്വസ്റ്റ്യനുകളും ചില വാല്യൂകൾ തന്നിട്ട് ചിലത് കണ്ടെത്താൻ പറയും. അപ്പോഴേക്ക് ഉപകാരപ്രദമാകും. അപ്പോ എ ആർ എം ആർ ഈ റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കി. അടുത്തത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുതിയ ഭാഗത്തേക്ക് പോകാണ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. നമ്മൾ മൈക്രോയില് പഠിച്ചതാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് 3 തരമാണുള്ളത്. ഒന്ന് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, സെക്കൻഡ് വൺ ഈസ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, തേർഡ് വൺ ഈസ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രപ്പോർഷൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഇലാസ്റ്റിറ്റി 5 തരമുണ്ട്. ഒന്ന് ഇൻഫിനിറ്റി, പ്രൈസിൽ ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയൊരു മാറ്റം, ഇൻഫിനിറ്റ് മാറ്റം ഉണ്ടാകുന്നതിന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും. പിന്നെ അടുത്തത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പ്രൈസിൽ മാറ്റം
ഉണ്ടാകുന്നതിനനുസരിച്ച് ഇലാസ്റ്റിറ്റിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതിനെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയും. യൂണിറ്ററി ഇലാസ്റ്റിക് പ്രൈസിൽ എത്ര മാറ്റമാണുള്ളത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിലും അതേ പ്രപ്പോർഷനേറ്റ് മാറ്റം ഉണ്ടാകുന്നതിന് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് എന്ന് പറയും. പ്രൈസിൽ എത്ര മാറ്റം ഉണ്ടാവും അതിനെക്കാട്ടി കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകുന്നതിന് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്നും, പ്രൈസിലുള്ള മാറ്റത്തിന് കാട്ടി കുറവ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ അതിനെ നമ്മൾ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മള് മാത്തമാറ്റിക് അടിസ്ഥാനത്തിൽ, മാത്സിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഇലാസ്റ്റിറ്റി കണ്ടെത്താം, അതിന്റെ ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ ED = dq / dp × p/q. ഒരു ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൽ പ്രൈസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇലാസ്റ്റിറ്റി കാണാൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഇൻറ്റു p/q, പ്രൈസ് / q. ചില കേസിൽ പ്രൈസും ക്വാണ്ടിറ്റിയും ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ dq ആദ്യം കാണാം, ക്വാണ്ടിറ്റിയിലുള്ള ചേഞ്ച് dp കാണാം, അതവിടെ എഴുതാം, പിന്നെ p/q. അത് റവന്യൂയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ ഇലാസ്റ്റിറ്റി കാണാനുള്ള ഇക്വേഷൻ AR / AR - MR. നമുക്ക് ടോട്ടൽ റവന്യൂ തന്നിട്ടുണ്ട്, അതിൽ നിന്നും ഇലാസ്റ്റിറ്റി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് AR കാണാം, MR കാണാം, എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. പിന്നെ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ക്രോസ് ഇലാസ്റ്റിറ്റി കാണുന്നത് പാർഷ്യൽ ഡിഫറൻസിയേഷന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ക്രോസ് ഇലാസ്റ്റിറ്റി പറഞ്ഞാല്? പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് വൺ ഗുഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി. റിലേറ്റഡ് ആയിട്ടുള്ള കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ മാറ്റം എത്ര ഉണ്ട്. അതിവിടെ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പാർഷ്യൽ ഡിഫറൻസ് QX / PY × PY / PX. ഓക്കെ, ഇത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. ഇത് പ്രൈസ് ഓഫ് Y എന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് ഓഫ് X എന്ന കമ്മോഡിറ്റി. ഈ ക്രോസ് ഇലാസ്റ്റിറ്റി രണ്ട് തരമുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെന്ററി ഗുഡും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഗുഡ്. അപ്പോ അതിന്റെ QX / PY is greater than 0 ആയിരിക്കും. അതുപോലെ QY / PX greater than 0 ആയിരിക്കും. എന്നാൽ കോംപ്ലിമെന്ററി ഗുഡ് പറഞ്ഞാൽ രണ്ട് ഗുഡും ഒരുമിച്ച് കൺസ്യൂം ചെയ്യണം. കാറും ടയറും. ഓക്കെ, കാറും ടയറും അത് രണ്ടും ഒരുമിച്ചാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അതിന്റെ ക്രോസ് ഇലാസ്റ്റിറ്റിയുടെ ഭാഗമായിട്ട് QX / PY is less than 0 ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാ? ഒന്നിന്റെ വില കൂടിക്കഴിഞ്ഞാല് മറ്റൊന്നിന്റെ ഡിമാൻഡ് കൂടും. ഇവിടെ അങ്ങനല്ല. ഇവിടെ എന്താണ്? ടയറിന്റെ വില നല്ലവണ്ണം കൂടിക്കഴിഞ്ഞാൽ കാറിനുള്ള ഡിമാൻഡ് എന്ത് ചെയ്യാം? കുറയുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ കാറിന്റെ വില കൂടിയാൽ ടയറിന്റെ ഡിമാൻഡ് കുറയും. അപ്പോ അതാണ് ഇതിന്റെ അടിസ്ഥാനം. QX / PY less than 0, QY / PX is less than 0. ഇനി ഇൻകം ഇലാസ്റ്റിറ്റി. ഇൻകം ഇലാസ്റ്റിറ്റി പറഞ്ഞാൽ എന്താണ്? പ്രപ്പോർഷൻ ചേഞ്ചിങ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ കൺസ്യൂമർ ഇൻകം. കൺസ്യൂമറുടെ ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം. അത് DQ / DY × Y/Q. നേരത്തെ നമ്മളിവിടെ പ്രൈസ് ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഇൻകം ആയിരിക്കും. അപ്പോ ഒരു ക്യൂവിന്റെ ഇക്വേഷൻ, ഒരു ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മള് ഇൻകം വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഇൻറ്റു Y/Q. ഓക്കെ, ഇങ്ങനെയാണ് ഈ മൂന്ന് ഇലാസ്റ്റിറ്റിയും കാണുന്നത്. ഇനി ഇതിന്റെ കൂടെ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഉണ്ട്.
ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ കാണേണ്ടത് എങ്ങനെയാണ്? ES ഈക്വൽ ടു DQ ഡിവൈഡഡ് ബൈ DP ഇൻറ്റു P/Q. ഇവിടെ എന്തായിരിക്കും? QS ആയിരിക്കും, ക്വാണ്ടിറ്റി സപ്ലൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് സപ്ലൈയിൽ ഉണ്ടാവുന്ന മാറ്റമാണ് ഇവിടെ കാണുന്നത്. അതാണ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ. അപ്പോൾ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞു, അതേപോലെ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ പറഞ്ഞു. ഇനി ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സപ്പോസ് ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ഫാൾസ് ഫ്രം RS6 to RS4 പെർ യൂണിറ്റ്. പ്രൈസ് എത്രയായിരുന്നു? 6ൽ നിന്നും 4ലോട്ട് ചേഞ്ച് ചെയ്തു. ആൻഡ് ഡ്യൂ ടു ദിസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ ദ കമോഡിറ്റി ഇൻക്രീസസ് ഫ്രം 80 യൂണിറ്റ് ടു 120 യൂണിറ്റ്സ്. കൂടി എന്തായി? 80ൽ നിന്ന് 120ലേക്ക് ചേഞ്ച് ചെയ്തു. Find the price elasticity of demand. EP is equal to change in Q divided by change in P into P/Q. എത്ര വേണം ചേഞ്ച് ചെയ്തത്? പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ 40, അതുപോലെ പ്രൈസിൽ 2, അതുപോലെ തന്നെ ഒറിജിനൽ പ്രൈസ് എത്ര 6, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 8. ഇത് ചെയ്യുമ്പോൾ 1.5 എന്ന് കിട്ടും. അപ്പൊ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മോർ ഇലാസ്റ്റിക് ആണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫൈൻഡ് elasticity of demanded for the demand function Q is equal to 16 by P cube. നമ്മളോട് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ എന്തിൽ നിന്നും? Q is equal to 16 divided by P cube. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ നിന്നും ഇതിന്റെ നമ്മളെ ഇക്വേഷൻ എന്താ? DQ divided by DP into P/Q. ഇനി എന്ത് ചെയ്യാം? ഇതിൽ DQ ഡിവൈഡ് ബൈ DP ആണ്. ഇതിന്റെ ഡിഫറൻസിയേഷൻ കാണണം. DQ ഡിവൈഡഡ് ബൈ DP ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ P ക്യൂബ്. അതെന്തായി മാറും? അതിനെ നമുക്ക് ആദ്യം ഈ ക്യൂവിനെ തന്നെ എന്താക്കി മാറ്റാം? 16 into P⁻³ ഇത് ഇങ്ങോട്ട് കൊണ്ട് ഇതിനെ നമ്മൾ കാണുമ്പോൾ ഇതിന്റെ എന്ത് കിട്ടും? -48 P⁻⁴ എന്ന് നമുക്ക് ലഭിക്കും. ഇനി ഈ ഇക്വേഷനിൽ കൊടുക്കാം. -48 P⁻⁴ into P/16 P⁻³ ഇനി നമ്മൾ എന്ത് ചെയ്ത് 16 P⁻³ ഇനി ഈ ഡിനോമിനേറ്ററിനെ ഇതില് P⁻³ മുകളിലോട്ട് കൊണ്ടുപോകണം. -48 P⁻⁴ into P into P⁻⁴ divided by 60. ഇനി എന്ത് ചെയ്ത് ഈ P⁻⁻⁴ അടിയിലോട്ട് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് കിട്ടുക -48 divided by P⁻⁴ into P⁻⁴ divided by 60. ഇതും വെട്ടിപ്പോയി. പിന്നെ എന്താ -3. അപ്പൊ നമുക്ക് ഇവിടെ ഇലാസ്റ്റിറ്റി എന്തായിട്ട് -3 എന്ന് നമുക്ക് കിട്ടി. അപ്പോ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്തു. അടുത്തത് ക്രോസ് ഇലാസ്റ്റിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ക്രോസ്
price elasticity for the following demand function. Q1 is equal to 40 minus 2 P1 plus 3 P2. P1 is equal to 2. P1 2. P2 is equal to 5. P1 2 P2 5 ആണ് തന്നത്. നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഇക്വേഷൻ എന്താ? E12 is equal to dou Q1 divided by dou P2 into P2 divided by Q1. അപ്പോ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം dou Q1 by dou P2 കാണും. dou Q1 by dou P2. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആകുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഇലാസ്റ്റിസിറ്റി എന്തായി? 0 ആയി പോയി. ഇവിടെ P2 വെച്ചിട്ടാണ്. അപ്പൊ P1 കോൺസ്റ്റന്റ് ആണ്. ഇതും 0 ആയി പോയി. പിന്നെ ഇതിന്റെ ഇലാസ്റ്റിസിറ്റി കാണുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ 3 എന്ന് കൊടുത്തു. P2 നമുക്ക് തന്നാണ് 5. പിന്നെ Q1 ഇതില് Q1ന്റെ ഇതില് P1 P2ന്റെ വാല്യൂ കൊടുക്കാം. 40 മൈനസ് 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു P2 3 ഇൻറ്റു 5 ഈക്വൽ ടു 40 മൈനസ് 4 പ്ലസ് 50 ഈക്വൽ ടു 51. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 51 കൊടുക്കാം. അങ്ങനെ ഇതെന്തായി? 50 മൈനസ് 51 ഈക്വൽ ടു 0.21. അപ്പൊ ഇതെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണെന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ് ഈ പറഞ്ഞ 2 ഗുഡ്സ്.